അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലുലു റീറ്റെയിൽ ട്രേഡിംഗ് തുടങ്ങി. UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി, ലുലു ചെയർമാൻ MA യൂസഫ് അലി എന്നിവർ ചേർന്ന് ബെൽ റിംഗ് മുഴക്കി ട്രേഡിംഗിന് തുടക്കം കുറിച്ചു. ഒരു ഇന്ത്യക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ GCCയിലെ ഏറ്റവും വലിയ ലിസ്റ്റിംഗ് എന്ന റെക്കോർഡോടെയാണ് ലുലു റീറ്റെയിൽ ട്രേഡിംഗിന് തുടക്കമായത്. UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി, ലുലു ചെയർമാൻ MA യൂസഫ് അലി എന്നിവർ ചേർന്ന് ബെൽ റിംഗ് മുഴക്കിയാണ് ട്രേഡിംഗിന് തുടക്കം കുറിച്ചത്. GCCയിലെ നിക്ഷേപകരും ലോകത്തെ വിവിധയിടങ്ങളിലെ ലുലു ജീവനക്കാരും ഉപഭോക്താക്കളും ഉൾപ്പെടെ ലൈവ് സ്ട്രീമിംഗിലൂടെ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. UAEയുടെയും GCCയുടെയും വികസനത്തിന് ലുലു നൽകിയ പങ്കാളിത്തം മാതൃകാപരമാണെന്നും പൊതു പങ്കാളിത്തത്തിലേക്ക് കടന്നതോടെ കൂടുതൽ ജനകീയമാവുകയാണ് ലുലുവെന്നും UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി പറഞ്ഞു. ലുലുവിന്റെ റീറ്റെയിൽ യാത്രയിലെ ചരിത്ര മുഹൂർത്തമാണ് ADX ലിസ്റ്റിംഗ് എന്നും നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഏറ്റവും ശക്തരും പ്രബലരുമായ, ലോകത്തിലെ സാമ്പത്തിക സമ്പദ്ഘടനയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ അബുദാബിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങളുടെ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ സർവശക്തനായ അള്ളാഹുവിനെ, ദൈവത്തിനെ ഞാൻ സ്തുതിക്കുകയാണ്. 25 ടൈംസാണ് നമ്മൾ ഓവർ സബ്സ്ക്രൈബ് ചെയ്തത്. അത് എനിക്കും അബുദാബിക്കും ഈ രാജ്യത്തിനും നേട്ടമാണ്. അബുദാബി പെൻഷൻ ഫണ്ട്, എമിറേറ്റ്സ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ബഹ്റൈൻ മുംതലകത്ത് ഹോൾഡിംഗ്സ്, ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി തുടങ്ങിയവരാണ് പ്രധാന നിക്ഷേപകർ. GCCയിലെ രാജകുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിക്ഷേപകരാണ്. UAE ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിലെയും വിദേശ നിക്ഷേപകരുടെയും മികച്ച പങ്കാളിത്തമാണ് ലുലു റീറ്റെയിൽ ഓഹരികൾക്കുള്ളത്. അബുദാബി സെക്യൂരിറ്റി എക്സ്ചേഞ്ചിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപക പങ്കാളിത്തമാണ് ലുലു IPOയ്ക്ക് ലഭിച്ചത്. 25 ഇരട്ടി അധിക സമാഹരണത്തോടെ 3 ലക്ഷം കോടി രൂപയിലധികമാണ് സമാഹരണം. ഒക്ടോബർ 28 മുതൽ നവംബർ 5 വരെയായിരുന്നു പ്രാരംഭ ഓഹരി വിൽപ്പന. $574 കോടി ലുലു റീറ്റെയിലിന്റെ വിപണി മൂല്യം. അമൃത ന്യൂസ്, UAE.